വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സീലിംഗ് ഫാൻ കറങ്ങുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫാനിന്റെ അവസ്ഥ ഇതാണ്. റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് സീലിംഗ് ഫാൻ റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് എന്താണ് ഡാമേജ്, എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇത്. നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ഫാൻ ഊരിയെടുത്ത് അപ്പോൾ ഇതാണ് നമ്മളുടെ സീലിംഗ് ഫാനിൻ്റെ അകത്തെ കോയിൽ വരുന്നത്. അകത്തുള്ളത് സ്റ്റാർട്ടിംഗ് കോയിൽ വരും, ഔട്ടറിൽ വരുന്നത് റണ്ണിങ് കോയിലാണ് വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ഡാമേജ് ആയിട്ടുണ്ട്, ഇത് കത്തിപ്പോയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് കോയിലാണ് കത്തിപ്പോയിരിക്കുന്നത്. ഗേസ്, അപ്പോൾ ഇത് സീലിംഗ് ഫാനിൻ്റെ വൈൻഡിങ് കത്തിപ്പോകാൻ റീസൺ എന്ന് പറയുന്നത് ഈ ബെയറിംഗ് സ്റ്റക്കായിരുന്നു. അതാണ് ഇത് കത്തിപ്പോകാനുള്ള റീസൺ. അതുപോലെ നമുക്കിത് വേണമെങ്കിൽ റീവൈൻഡിങ് ചെയ്ത് ഇടാൻ പറ്റും കോയിൽ. അതുപോലെ റെഡിമെയ്ഡായിട്ട് ഇതുപോലെ നമുക്ക് കോയിൽ, ഇൻസൈഡ് കോയിൽ കിട്ടും. അത് വേണേലും ഇട്ട് ഫിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയ കോയിൻ വാങ്ങിച്ചു. കോയിനല്ല, കോയിൽ വാങ്ങിച്ചു. ഇതാണ് പഴയ കോയിൽ, ഇതാണ് പുതിയ കോയിൽ. ഓക്കെ. ബെയറിംഗും ഉണ്ട്, പുതിയ 2 ബെയറിംഗും ഉണ്ട് അല്ലേ? പക്ഷേ നമ്മൾ ഇത് കയറ്റി. അപ്പോൾ പുതിയ കോയിൽ എങ്ങനെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് സെറ്റ് ആകുന്നതെന്ന് ഉള്ള വീഡിയോ ആണ് ഇത്. അത് നമുക്ക് നോക്കാം അല്ലേ? ഇതാണ് പഴയ കോയിൽ, ഇതാണ് പുതിയ കോയിൽ. പക്ഷേ നമുക്ക് പുതിയ കോയിലാണ് വേണ്ട, പഴയതിന്റെ ആവശ്യമില്ല. ഇല്ല. ഓക്കെ. നമ്മളെ 6202 ബെയറിംഗ് ആണ് ടോപ്പിൽ വരുന്നത്. ബോട്ടത്തിൽ 6201. ഇതെടുക്കണ്ട. അപ്പോൾ ഗൈസ്, നമ്മളെ കോയിൽ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞ് സൗണ്ട് ഇല്ല. ബെയറിംഗ് എല്ലാം പുതിയ ബെയറിംഗ് ആയതുകൊണ്ടാണ് സൗണ്ട് ഇല്ലാത്തത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ റോട്ടറാണ് ഫിക്സ് ചെയ്യാനുള്ളത് അല്ലേ? കൈ മാറ്റി അതട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ. അടുത്ത വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ 6201 ബെയറിംഗ് ആണ് വരുന്നത്. അത് നമുക്ക് ബോട്ടം കവറിലാണ് ഇട്ട് സെറ്റ് ചെയ്യാറുള്ളത്. നീ എവിടെ പോകണ്ടേ? അവിടെ തന്നെ. അതിലല്ലേ ഇതില്. ഓക്കെ. ചുറ്റിൽ വെച്ച് അടിച്ചിടണം.
ദാ. ദാ. ഇത് എടുക്കുന്നുണ്ടോ വീഡിയോ? ആ ഓക്കെ. രണ്ടെണ്ണോ? ആ ഇങ്ങനെ വെച്ചിട്ട് ഹാമർ എടുക്കുക. പൊട്ടിയാ? ഇല്ല. അതല്ല ആച്ച. ഇല്ല നീ അങ്ങോട്ട് അടിച്ചു താക്കളെ. നില്ല മറ്റേ ചുറ്റിലെടുക്കണോ? ആ മറ്റേ ഇത് നീളം കുറവാ. ആ ഓക്കെ. ഇല്ല ഇല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സെന്റർ ചെയ്ത് പോയി അടി. സെന്റർ പോയി. ആ അടി. സെന്റർ പോയി. ആ അടി ഒന്നും കൂടെ. ഇല്ല ഞാൻ ഒരു അപ്പൊ എപ്പോഴും ബെയറിങ് തട്ടി ഇറക്കുമ്പോ നമ്മൾ ആ പഴയ ബെയറിങ് അതിന്റെ മുകളിൽ വെച്ചിട്ട് വേണം തട്ടി ഇറങ്ങാൻ. ആ ഓക്കെ. ഇനി ഇത് സപ്പോർട്ടിംഗ് സ്പ്രിംഗ് ആണ്. ആ വെച്ചോ വെച്ചോ. ആ ഓക്കെ. ഇനി ഇത് കറക്കി നോക്കാം. ഒന്ന് കറക്കി നോക്കാം. ഇപ്പൊ സൗണ്ട് ഉണ്ട്. ഇല്ലടേ അത് മാറൂടെ. ആ ഓക്കെ. ഇനി കവർ വെച്ചടയ്ക്കും. ഓട്ടയിലായിരിക്കണം. നില്ല ഫ്രീ അല്ലേ? ആ ഫ്രീ അല്ല. അപ്പൊ ഇനി ഒന്ന് എടുത്തു വെക്കുക. ജസ്റ്റ് ഒന്ന് കറക്കി ഇടുക. ഞാനൊന്ന് കാണട്ടെ. ആ ഓക്കെ. അപ്പൊ ഫ്രീ ആണ് നമ്മുടെ റോട്ടർ ഫ്രീ ആണ്. ഓക്കെ. ആ ഇനി അടുത്തത് കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യണം. അപ്പൊ ഇനി നമ്മളെ വയർ ഔട്ട് സൈഡിലേക്ക് എടുക്കുക. ഇനി വേണ്ടത് കപ്പാസിറ്ററിന്റെ ഹോൾഡർ വിത്ത് കണക്ടർ ആണ്. അത് ഫിക്സ് ചെയ്യുക. ഓക്കെ. അല്ല അല്ല പ്ലാസ്റ്റിക്. ഓ ചെറിയ ഹോളിൽ കേൾക്കണം. ഇനി നമ്മൾ കറക്കുക. ഇനി ഇത് വെച്ച് കറക്കും. അപ്പോ ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോ കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വയർ കണക്ഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? പൊട്ടിപ്പോവും. അപ്പൊ ഇനി ഇതിന്റെ വയർ കണക്ഷൻ ആണ് അറിയേണ്ടത്. നമുക്ക് റെഡ് വരുന്നതെന്ന് പറയുന്നത് കോമണും, യെല്ലോ വരുന്നത് സ്റ്റാർട്ടിങ്, ബ്ലാക്ക് റണ്ണിങ്. ആ രീതിയിലാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇനി കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യുക, കണക്ഷൻ കൊടുക്കുക. അപ്പൊ നമ്മളെ ഫാൻ റെഡിയാണ് അല്ലേ? അപ്പൊ അത്
ഗൈസ് നമ്മുടെ ഫാൻ എല്ലാം സെറ്റായി കഴിഞ്ഞ് ലീഫ് ഇട്ട് ടൈറ്റ് ചെയ്തു. അപ്പോ ഇനി മേലെ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്യാനും ഇത് ഫിറ്റ് ചെയ്യാനും കാശ് കൂട്ടാനായിട്ട് നേതൃത്വം വഹിച്ചത് അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഒരു സീലിംഗ് ഫാനിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കോയിലിൻ്റെ പ്രൈസ് എത്രയാണ്, ബെയറിങ്ങിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ കോയിലിന് വരുന്നത് 410 രൂപയും അതുപോലെ ബെയറിങ്ങിന് 25 ദിർഹം വെച്ചും ദിർഹം അല്ല 25 രൂപ വെച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, കാറ്റുണ്ടോ? ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീണ്ടും വരാം. ഓക്കെ ബൈ.